ായ ഇജാസത്തുകളിലൂടെ സമൂഹത്തിന് സ്വലാത്തിൻ്റെ മാധുര്യങ്ങൾ പകർന്നു കൊടുത്തവർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ആവിഷ്കാരങ്ങളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഒന്ന് പൊരുത്തപ്പെടണം, അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സാമീപ്യം ലഭിക്കണം, അവിടുത്തെ തൃപ്തി ലഭിക്കണം, മദദ് ലഭിക്കണം, തിരുനോട്ടം ലഭിക്കണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളുമായി ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചുപോയ മഹാത്മാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് നമുക്കും ജീവിക്കാനാകണം. വ്യത്യസ്തങ്ങളായ ഖിദ്മത്തുകളിലൂടെ ഈ മഹാത്മാക്കൾ പഠിപ്പിച്ച പാതയിലൂടെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഖിദ്മത്തുകൾ കൂടുതലായി ഏറ്റെടുത്തുകൊണ്ട് നമുക്കും അത്തരത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ്, തർബിയത്ത്, തിരുനോട്ടം, അവിടുത്തെ ഇജാബത്ത്, ഷഫാഅത്ത്, ഹുലൂരിയത്ത് ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് കരഗതമാക്കാനുള്ള ഇടപെടലുകളും അതിനുള്ള മാർഗങ്ങളും തേടിക്കൊണ്ട് നമ്മുടെ ജീവിതമാകുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.